എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഷംസി ഫോർ ടെക് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ബ്ലോഗ് വീണ്ടും ഒരു ടെക് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പൊന്നും ചെയ്യരുത്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു ടെക് ന്യൂസിൽ നമുക്ക് കാണാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. യൂട്യൂബിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ യൂട്യൂബ് ഷോർട്സിൽ നമുക്ക് വോയിസ് ഓവർ ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും. അതൊരു പുതിയൊരു ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചറായിട്ടാണ് ഞാനിപ്പോൾ കണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടതും ഒരു ഗ്രാൻഡ് ഫീച്ചറാണ്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ, നമ്മൾ ചില സമയത്ത് ചില ക്രൗഡുകളിലൊക്കെ നമ്മൾ പോയിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഷോർട്സിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ഡിസ്റ്റർബൻസും കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മളെ ഫുഡൊക്കെ ആകുമ്പോൾ. അപ്പോൾ സാധാരണ അത് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ചെയ്യാറ്. ഏതാണ് കറൻ്റ് യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ ആ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഇൻഷോട്ട് പോലത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ ആയിരിക്കും നമ്മൾ എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കുക. വീട്ടിൽ വന്നിട്ടായിരിക്കും വോയിസ് ഓവർ കൊടുക്കുക. ഇനി അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. യൂട്യൂബ് ഇപ്പോൾ ഒരു പുതിയൊരു ഫീച്ചർ അപ്ഡേറ്റ് ഉണ്ട്. യൂട്യൂബ് ഷോർട്സിൽ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും. ടിക്ടോക്കിലുള്ള അതേ സെയിം ഫീച്ചർ ഇപ്പോൾ യൂട്യൂബ് ഷോർട്സിൽ യൂട്യൂബ് സോഫ്റ്റ്വെയർ ഇനി വരാൻ പോണ സോഫ്റ്റ്വെയറിൽ ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കും. ഇതാണ് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് വന്ന ന്യൂസ്. TCL പുതിയൊരു ടൈപ്പ് നടത്തിയിട്ടുണ്ട്. അവിടുത്തെ വെറൈസൻ്റെ മൊബൈൽ നെറ്റ്വർക്കിനായിട്ട്, അതായത് TCLൻ്റെ 30V 5G നെറ്റ്വർക്ക് അവർ ഒരു ചെറിയൊരു കൊളാബറേഷൻ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ പ്രൈസ് അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. അത് $300 വരുന്നത്. അത് മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലാണ് ഇപ്പോൾ വെറൈസണായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. വെറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലത്തെ എത്തിസലാത്ത് പോലത്തെ ഒരു മൊബൈൽ കരിയറാണ് US-ലെ വെറൈസൺ എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ അവർ സ്പെക്സ് ചെയ്യാൻ അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 6.67 ഫുൾ HD പ്ലസ് സ്ക്രീൻ സൈസാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ 480 പ്രോസസ്സറാണ് അവർ റിലീസ് ചെയ്യുന്നത്. ഇതാണ് വെറൈസൻ്റെ സൈഡിൽ നിന്ന് വന്ന ഒരു ന്യൂസ്. ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് ഉണ്ട്. അതായത് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. അതായത് 15.4 എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു വേർഷൻ, അതും ബീറ്റ വേർഷനാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. അത് ഐഫോൺ മോഡൽസിന്. കാരണം ഐഫോണിൻ്റെ പുതിയ മോഡലിനും പഴയ മോഡലിനും ഫേസ് അൺലോക്കിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോണ് ഫേസ് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ 15.4 ബീറ്റ വെർഷനിൽ അവരത് ആ ഒരു പ്രോബ്ലം അവർ നികത്തിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു 15.4 വെർഷനിൽ അവരുടെ ഫേസ് അൺലോക്ക് 30%ഓളം വാസ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളെ സൺഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നോർമൽ സ്പെക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് വന്ന ന്യൂസ്. ജിയോണിയുടെ പുതിയ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് ഉണ്ട്. അതായത് ജിയോണി ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ജിയോണി G13 Pro എന്നാണ് ആ വേരിയൻറ്റിൻ്റെ പേര്. കാണാൻ ശരിക്കും ഒരു iPhone 13 തന്നെ. ബാക്ക് പാനലൊക്കെ ശരിക്കും അതേപോലെ, ആ ക്യാമറ ബമ്പും കാര്യങ്ങളും എല്ലാതും സെയിം ഐഫോൺ. അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആരാണ് അച്ഛന് ആരാ മോനെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം രണ്ടും ഇരട്ടപ്പെട്ട മക്കൾ പോലെ കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കും. ഇതിലാരാണ് ഇതൊരു ട്വിൻസ്, ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്നൊക്കെ പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഫ്രണ്ട് പാനലിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു iPhone 13 Pro. ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ സോഫ്റ്റ്വെയറാണ്. അവരിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഹാർമണി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഹുവാവി ഇപ്പോൾ കറൻ്റ് റൺ ചെയ്യണ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഹാർമണി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണിപ്പോൾ ജിയോണിയും കൂടി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചാണ് ആൻഡ്രോയിഡിനും iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും. ഇതാണ് ജിയോണിയുടെ സൈഡിൽ നിന്ന് വന്ന ഒരു ന്യൂസ്. ഓണറിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ഈവൻറ്റ് നടത്താൻ പോകുന്നുണ്ട്. മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ആ ഈവൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 28 അവരത് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഹോണർ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 പ്രോസസ്സർ മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിലേക്ക് റിലീസ് ചെയ്യാൻ പോകണം. ആ മോഡലിൻ്റെ പേരാണ് ഹോണർ മാജിക് V. അത് ശരിക്കും ഒരു ഫോൾഡബിൾ ഫോണാണ്. അതിനാണ് അവർ ഫസ്റ്റ് ഈ പറഞ്ഞ മോഡലിനാണ് അവർ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 പ്രോസസ്സർ അവർ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഹോണറിൻ്റെ സൈഡിൽ നിന്ന് വന്ന ന്യൂസ്.
ഷിയോമിയുടെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഷിയോമിയുടെ കസ്റ്റമേഴ്സ്, ഇപ്പോൾ നേരത്തെ മേടിച്ച കസ്റ്റമർ, ഇപ്പോൾ പുതുതായിട്ട് ഫോൺ മേടിക്കാൻ പോണ കസ്റ്റമേഴ്സിന് പ്ലേ സ്റ്റോറിൻ്റെ ഉള്ളിൽ അവരൊരു പുതിയൊരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ട്, ഷിയോമി സർവീസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫോണൊക്കെ മേടിച്ച് നമുക്കിതിൽ കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് തന്നെ അതിൽ നമ്മളെ കമൻസും കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞാൽ അവരത് നമുക്ക് സർവീസ് അവർ തരും. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടി അല്ലെങ്കിൽ ബാറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാതും നമുക്കറിയാൻ പറ്റും. ഇതാണ് ഷിയോമിയുടെ സൈഡിൽ നിന്ന് വന്ന ന്യൂസ്. ആപ്പിളൊരു പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് ആപ്പിളിൻ്റെ 13 പ്രോ മാക്സ് വേരിയൻറ്റിനും 15.4 ബീറ്റ വെർഷനിലേക്ക് നമ്മൾ സോഫ്റ്റ്വെയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അത് ഫുള്ളി 120 Hz റിഫ്രഷിംഗ് റേറ്റിലേക്ക് മാറും എന്ന് ആപ്പിൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആപ്പിളിൻ്റെ 13 പ്രോ മാക്സ് വേരിയൻറ്റിനും അവർക്ക് മോഷൻ ഡിസ്പ്ലേ ഉണ്ട്. കുറേ ആൾക്കാർക്കൊന്നും മോഷൻ ഡിസ്പ്ലേ അറിയില്ല. മോഷൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് ഡിസ്പ്ലേ ഉണ്ട്. അതായത് നമുക്ക് അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ചില ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പേജ് അടിയിലേക്ക് സ്ക്രോളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 Hz വരും. കാരണം അത് ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മോഷൻ ഡിസ്പ്ലേ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആപ്പിൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15.4 ബീറ്റ വെർഷനിലേക്ക് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് നമ്മൾ ആ ആപ്ലിക്കേഷൻ തുറക്കുന്നത് അത് ഫുള്ളി 120 Hzയിലേക്കാണ് റണ്ണ് ചെയ്യുക. ഇതാണ് ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് വന്ന ന്യൂസ്. വീണ്ടും ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് സ്മാർട്ട് വാച്ചിന് ആപ്പിളിൻ്റെ സീരീസ് 3 മുതൽ സീരീസ് 7 യൂസ് ചെയ്യുന്ന കസ്റ്റമർ അവരുടെ സോഫ്റ്റ്വെയർ ആപ്പിളിൻ്റെ വാച്ചിൻ്റെ സോഫ്റ്റ്വെയർ 8.4ലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നേരത്തെ 8.3 സോഫ്റ്റ്വെയറിൽ ഒരുപാട് ചാർജിങ്ങിൻ്റെ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ അതിൻ്റെ ബഗ്സൊക്കെ അവർ തിരുത്തിയിട്ട് ഇപ്പോൾ 8.4ലേക്ക് അപ്ഡേറ്റ്
ഡ്രോബാക്ക്. ഫിറ്റ്നസ് പ്ലസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം. നിങ്ങളെ ആപ്പിളിനായിട്ട് മരിക്കുന്ന ഒരുപാട് കസ്റ്റമറുണ്ട്. അതും രാവിലെ നിന്നിട്ട് പുലർച്ചെ നിന്നിട്ട് അവർ ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് പുലർച്ചെ നിന്നിട്ട് എന്താ പറയുക രാവിലെ ഉച്ചക്ക് 12 മണി വരെ നിൽക്കുന്ന ടീമുകളുണ്ട്. അറ്റ്ലീസ്റ്റ് അവരൊരു കൺസിഡറേഷൻ നിങ്ങൾ ചെയ്യും. ഫിറ്റ്നസ് പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളെ ഐപാഡ് 8 പ്രോ അല്ലാത്ത എല്ലാ ആപ്പിളിൻ്റെ പ്രോഡക്ട്സ്, അതായത് 13 പ്രോ മാക്സ് പ്രീവിയസ് ജനറേഷൻ മോഡൽസിനൊക്കെ നിങ്ങൾ ഈ ഒരു ഫീച്ചർ ലൈവ് ഫിറ്റ്നസ് പ്ലസ് ഫീച്ചർ നിങ്ങൾ ആഡ് ചെയ്യും. അതേപോലെ ആപ്പിൾ ഇപ്പം മെറ്റാവേഴ്സിന് വേണ്ടി ഇപ്പോൾ കറൻ്റ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അറിയില്ല, ഒരുപാട് നിങ്ങളെ പോലത്തെ കുറേ ആപ്പിളിൻ്റെ പ്രാന്തമാരൊക്കെ ഉണ്ടാവും. അവരവർ ജട്ടിയോ അല്ലെങ്കിൽ കിഡ്നിയൊക്കെ വിറ്റിട്ട് രാവിലെയൊക്കെ ആയിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ആക്രാന്തം മൂത്തിട്ട്. ഇപ്പോൾ ഇതാണ് ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് വന്ന ന്യൂസ്. ഈ അടുത്തൊരു പുതിയൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അമേരിക്കയിലേക്ക് ചില ഫ്ലൈറ്റ്സുകളൊന്നും പറക്കണില്ല, ലാൻഡ് ചെയ്യണില്ല, വഴി തെറ്റിപ്പോകുന്നൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് എസ്പെഷ്യലി A380 പോലത്തെ ഡബിൾ ഡെക്കർ ഫ്ലൈറ്റ്സ് ഒന്നും അമേരിക്കയിലേക്ക് റിലീസ് ചെയ്യണില്ല, ചില ഫ്ലൈറ്റ്സ് ഒന്നും റിലീസ് ചെയ്യണില്ല എന്നാണ് ന്യൂസ് വന്നിട്ടുള്ളത്. കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ 5G നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടാണ് ആ ഒരു പ്രോബ്ലം നടക്കുന്നത്. അപ്പോൾ അമേരിക്കൻ്റെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എഗ്രിമെൻറ്റ് നടത്തിയിട്ടുണ്ട് AT&T വെറൈസൺ കമ്പനീനോട്. സി ബാൻഡ് എന്ന് പറഞ്ഞൊരു 5Gയുടെ ഒരു സൊല്യൂഷൻ കണ്ടുവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് വലിയ കീ എയർപോർട്ട്സിൻ്റെ അടുത്തൊക്കെ ഈ മൊബൈൽ ടവറിൻ്റെ അടുത്ത് സി ബാൻഡ് 5G വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് തെറ്റില്ല, കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യും. അല്ലെങ്കിൽ എന്താ പറയുക, ടിക്കറ്റ് എടുത്തവരൊക്കെ കടന്നിട്ട് എന്താ പറയുക വെപ്രാളൊക്കെ ആവും. ഇറങ്ങാണ്ട് വേറെ വല്ല രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ടിക്കറ്റിൻ്റെ പൈസ ഒക്കെ തിരിച്ചെടുക്കാനൊക്കെ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു പ്രോബ്ലം ഇപ്പോൾ കറൻ്റ് അവർ സോൾവ് ചെയ്തിരിക്കണം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നാണ് ഈ വലിയ വലിയ മൊബൈൽ നെറ്റ്വർക്കിംഗ് കമ്പനി മറ്റുള്ള രാജ്യങ്ങളിൽ 5G ഇറക്കാനുള്ളത്? കാരണം ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണം അതിൻ്റെ ആ ഡൗൺലോഡിങ് സ്പീഡും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു വളരെ സങ്കടമുണ്ട്. ഇവിടെ ആകെ ഉള്ളത് 4G പ്ലസ് വരെ നമുക്ക് യൂസ് ചെയ്യാം. 5G ഫോണ്ടായിട്ട് 4G പ്ലസ് യൂസ് ചെയ്തിട്ട് എന്താ കാര്യം? ആ ഒരു സങ്കടം. 5G ഫുള്ളായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല വലിയ സിറ്റിയിലോ JLTയിലോ അവിടെയൊക്കെ പോകേണ്ടി വരും. അവിടെ പോയി ഇരുന്നിട്ട് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സിം കാർഡ് ഉണ്ട്, പക്ഷെ എന്നാലോ 5G ഫുള്ളായിട്ടില്ല. ഇതെന്താണ് അറിഞ്ഞ ഒന്ന് വേഗം ഒന്ന് ഇറക്ക്. അപ്പോൾ ഇതാണ് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ന്യൂസ്. അമേരിക്കയിൽ നിന്ന് വന്ന ന്യൂസാണ്. ഫാസ്റ്റ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട്. അവർ പുതിയൊരു സ്മാർട്ട് വാച്ച് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് റിഫ്ലക്സ് വോക്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 7000 രൂപ എന്നതിൻ്റെ പ്രൈസാണ്. ജാനുവരി 29 റിലീസ് ചെയ്യും. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതിൽ അലക്സ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ Echo.3, Echo.4 അതേപോലത്തെ സ്പീക്കേഴ്സൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിനായിട്ട് വർത്താനമൊക്കെ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ റീഡ് ചെയ്യണമെങ്കിൽ ഹലോ അലക്സ മെസ്സേജ് ഒന്ന് വായിക്കുമെന്നൊക്കെ പറഞ്ഞാൽ വായിക്കും. അതേപോലെ ഹാർട്ട് റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അലക്സനായിട്ട് സപ്പോർട്ട് ചെയ്യണം. അതായത് സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ. ഇതാണ് ഫാസ്റ്റ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് വന്ന ന്യൂസ്. ചൈനീസ് കമ്പനി ഒരു പുതിയൊരു മോണിറ്റർ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് വേൾഡിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റിഫ്രഷിങ് റേറ്റുള്ള മോണിറ്റർ. അവരതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 500 ഹെർട്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 250, 144, 165, 360 എന്നല്ല, സ്ട്രെയിറ്റ് ഒരു ടോപ്പ് ഗിയർ, അതായത് V16 എഞ്ചിന് പോലത്തെ ഒരു പോക്കണ ഒരു പോലത്തെ, അതും 500 ഹേർട്സിലേക്ക് ഡയറക്റ്റ് 500. ഒന്നും പറയാനില്ല. അവരതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബോയി ഡിസ്പ്ലേ ആണ്. അതായത് വലിയ വലിയ LCD പാനൽ യൂസ് ചെയ്ത ഡിസ്പ്ലേ. അതായത് 18 മുതൽ നമുക്ക് 43 ഇഞ്ച് വരെയുള്ള ഡിസ്പ്ലേൻ്റെ അതേ പെർഫോമൻസാണ് അതിൽ കിട്ടുന്നത്. പിന്നെ ഉഗ്രൻ റിഫ്രഷിങ് റേറ്റ് കിട്ടും. കാരണം വെച്ചാൽ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ബാറ്ററിൻ്റെ പെർഫോമൻസ് അടക്കം അത്രയും സൂപ്പറാണ്. പക്ഷേ ആ കമ്പനിയുടെ പേരും കാര്യങ്ങളൊന്നും അവർ ഇതുവരെയായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ അവരതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്ക്രീൻ സൈസ് 27 ഇഞ്ചാണ് അതിൻ്റെ സ്ക്രീൻ സൈസ്. ഇതാണ് ആ മോണിറ്ററിൻ്റെ ന്യൂസ്.
ഷോക്സ് ഒരു പുതിയൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതും അമേരിക്കയിലാണ് റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൈസ് വരുന്നത് $180. അപ്പോൾ ആ മോഡലിൻ്റെ പേരാണ് ഓപ്പൺ റൺ പ്രോ എന്നാണ് പേര്. ഷോക്സ് കമ്പനിയാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ശരിക്കും നെക്ക് ബാൻഡ് ഹെഡ്സെറ്റാണ്. പക്ഷേ അതിൻ്റെ ടെക്നോളജി അവർ യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ടോട്ടലി ഡിഫറൻ്റ് ആണ്. അതൊരു സാധാരണ ഒരു TWS ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഒരു ഇനിയർ പോലത്തെ ഒരു ഹെഡ്സെറ്റൊന്നും അല്ല അത് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ ഈ ഹൃദാവ് വണ്ടിയിൽ ഈ ഹൃദാവിൻ്റെ ഇവിടെ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുക. ഈ രണ്ടോടത്ത് വെക്കാം, അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന് ലൗഡ് സ്പീക്കറാണ് യൂസ് ചെയ്തത്. നമുക്ക് ചെവിട്ടിൻ്റെ ഉള്ളിലേക്ക് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഹെഡ്സെറ്റ് ഉണ്ട്, ഇത് നമുക്ക് ചെവിട്ടിൽ വെക്കാൻ പറ്റില്ല. ഇതേപോലെ അത് വെക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാലാണ് കേൾക്കാം. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ലൗഡ് സ്പീക്കറിൽ കൂടെ നമ്മൾ ചെവിട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇയർ ഡ്രമ്മിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് സൗണ്ട് വർക്ക് ചെയ്യുക. ഈ ടെക്നോളജി നമ്മൾ സ്മാർട്ട് ഗ്ലാസസിന് യൂസ് ചെയ്യുന്ന അതേ ടെക്നോളജി. സ്മാർട്ട് ഗ്ലാസ്സിൽ എങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വടി കഷ്ണം ഉണ്ടല്ലോ, ആ വടി കഷ്ണത്തിൻ്റെ അടിയിലാണ് അതിൻ്റെ സ്പീക്കർ വരിക. അപ്പോൾ ആ സ്പീക്കറിന് വരുന്ന സൗണ്ട് നേരെ നമ്മൾ ചെവിട്ടി കയറും. അത് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം അതിലൊരിക്കലും ഭയങ്കര സൗണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആരും അത് പ്രതീക്ഷിച്ചിട്ട് എന്താ പറയുക, പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോവും. പിന്നെ ബാസും കാര്യങ്ങളൊന്നുമില്ല. ബാസ് എടുക്കാൻ ഉദ്ദേശമുള്ള ആൾക്കാരാണെങ്കിൽ സത്യം പറയാലോ, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഹെഡ്സെറ്റ് എടുത്തോ. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സൗണ്ടിൻ്റെ പ്രൈവസി മാറ്റർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറയാം, നിങ്ങളിത് എടുക്കാണ്ടിരിക്കുന്നത്. ഇതാണ് ഷോക്സിൻ്റെ സൈഡിൽ നിന്ന് വന്ന ന്യൂസ്. ടെക്നോയുടെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് ടെക്നോ കമ്പനി ഒരു പുതിയൊരു വെർച്വൽ റാം ഫീച്ചർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് മാജിക് ഫ്യൂഷൻ എന്നാണ് അത് പേര്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഒരു ഫോണ് 128GB 8GB വേരിയൻ്റ് ആണെങ്കിൽ ഭാവിയിൽ അത് നമ്മൾ സോഫ്റ്റ്വെയറൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു 6GB ഒരു 4GB ഒക്കെയാണ് കണക്ക് കൂട്ടാം. ഇപ്പോൾ 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിന് ശേഷം എന്തായാലും ഫോണിൻ്റെ ആ ഒരു പെർഫോമൻസൊക്കെ കുറയും. ഇപ്പോൾ പുതിയ കമ്പനി ടെക്നോളജികളൊക്കെ ഇറങ്ങുന്നത് വെർച്വൽ റാമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അഡീഷണൽ ഒരു 4GB ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം. ഇപ്പോൾ ആ ടെക്നോളജിയാണ് ഇപ്പോൾ അവർ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യമൊക്കെ നമ്മൾ ഓപ്പോ, വിവോ അങ്ങനത്തെ ലീഡിങ് ബ്രാൻഡ്സിനൊക്കെ ഇപ്പോൾ അവരത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ ടെക്നോളജി തന്നെയാണ് ഇപ്പോൾ ടെക്നോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ മോഡൽസിനായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള മോഡലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. സ്പാർക്ക് 8 പ്രോ എന്നൊക്കെ പറഞ്ഞ മോഡൽസിനാണ് ഇപ്പോൾ വെർച്വൽ റാം അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ന്യൂസ് ഫിക്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നത്, ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. എല്ലാവരും ഏറ്റെടുക്കണം. നിങ്ങളെ സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് പുതു വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.